ഇന്ന് നമുക്ക് കുഞ്ഞിനൊരു മുട്ടച്ചോറ് തയ്യാറാക്കി കൊടുക്കാം. ഇതിന് കുറച്ച് ബട്ടർ എടുക്കണം. അതിന് പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ എടുക്കണം. അപ്പം ഒലിവ് ഓയിലും ബട്ടറും ആകുമ്പം നല്ലതാണ്. നമുക്ക് ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഈ ഒലിവ് ഓയിലും ബട്ടറിലും ചേർക്കണം. നല്ലതായിട്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്ന ഉടനെ നമുക്ക് കുറച്ച് സവാളയും ക്യാരറ്റും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഒരു നുള്ളു മുളക് പൊടി, ഒരു അല്പം മസാലപ്പൊടി ഒക്കെ ഒന്ന് ചേർത്ത്, എല്ലാം കുറച്ച് മതി. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഒരുപാട് ഈ എരിവ് വേണ്ട. കുറച്ച് എരിവ് കുറച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിക്കായിട്ട് നമ്മൾ ചേർക്കുന്ന കുരുമുളകായതുകൊണ്ട് കുരുമുളക് കൂടി ഒരു 1/2 സ്പൂണ് ഇടാം. നമുക്കും വേണേൽ കഴിക്കാം. നമുക്ക് എപ്പോഴും ചോറ് കഴിച്ച് മടുക്കുന്നവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളത് ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കണം. 4 വശത്തോട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലോട്ടൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. നടുക്കോട്ട് കുറച്ച് മുട്ട ഒരു 4 എണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊന്ന് മുരിഞ്ഞ് വരുന്നുടനെ ചെറിയ തീയിൽ ഇതെല്ലാം ചെയ്യാവും. നമുക്ക് കരിഞ്ഞു പോകാതെ ഒക്കെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് മുട്ട ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സായിട്ട് ഇളക്കി ചോറ് കഴിക്കാൻ താല്പര്യമില്ലാത്ത വലിയവർക്കും കഴിക്കാം. എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. പച്ചക്കറിയുണ്ട്, മുട്ടയുണ്ട്, ബട്ടർ ചിക്കനുണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റും എല്ലാം വരുന്നുണ്ട്. നമ്മളിത് ബട്ടറിനകത്ത് ഇട്ടെടുത്ത് ചെറിയ ചിക്കൻ്റെ പീസുകളാണ്. ഇതും ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് വരണം, ഒന്ന് മുരിഞ്ഞ് വരണം. ഒരുപാടങ്ങ് മുരുമുരേന്നങ്ങ് ആവണ്ട. ഇട്ടിട്ട് നമ്മൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങയുടെ ഒരു പകുതി നീര് പിഴിഞ്ഞതിനകത്ത് ഒഴിക്കണം. ചെറിയൊരു മണത്തിനും ഒരു ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ചോറ് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം.